എല്ലാവർക്കും നമസ്കാരം. ടാലിന്റെ സെക്കൻഡ് ഇയർ ബികോം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ആദ്യം സെക്കൻഡ് ഇയർ ബികോമിന്റെ ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാനെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വർഷം ഒരു ലാംഗ്വേജ് പേപ്പർ വരുന്നുള്ളൂ, ഇംഗ്ലീഷിന്റെ പാർട്ട് 2 വരുന്നുണ്ട്. കൂടാതെ പകരമായി നമുക്ക് 5 സബ്ജക്റ്റുകളാണ്. മൊത്തം 6 വിഷയം ഈ വർഷം പരീക്ഷ എഴുതേണ്ടത്. ആ 5 സബ്ജക്റ്റുകൾ ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് സബ്ജക്ട് ആണത് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലോ ആണ് ഇതിനകത്ത് വരുന്നത്. ലോ പേപ്പറിനകത്ത് വരുന്നത് പ്രധാനമായിട്ടും കോൺട്രാക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഈയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനുള്ളത്. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ പഠിക്കാറുള്ളത്. രണ്ടാമതായിട്ട് വരുന്നത് ബിസിനസ് സ്റ്റാറ്റിക്സ് ആണ്. ഇതൊരു പ്രോബ്ലം പേപ്പറാണ്, 100 മാർക്കിനുള്ള ഒരു പ്രോബ്ലം പേപ്പറാണ്. കൂടുതലായിട്ടും സ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാറുള്ളത്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 100 മാർക്കിന്റെ തിയറി പേപ്പറാണ് വരുന്നത്. അടുത്ത വരുന്നത് ഞാൻ പഠിപ്പിക്കുന്ന വിഷയമായിട്ടുള്ള അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ സെക്കൻഡ് പാർട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ അക്കൗണ്ടിംഗ് പഠിച്ചിട്ടുണ്ട്, നമുക്ക് കുറെ കണക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇതൊരു 4 പാർട്ടായിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് പഠിക്കാറുള്ളത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. പിന്നെയാണ് ഇലക്ടീവ് സബ്ജക്ട്. നിങ്ങൾക്ക് ഇലക്ടീവ് പേപ്പറായിട്ടുള്ള കോർപ്പറേഷൻ അല്ലെങ്കിൽ ടാക്സ് അല്ലെങ്കിൽ ട്രാവൽ നിങ്ങൾക്ക് ഏതായാലും വരും. നമുക്ക് കൂടുതലായിട്ട് എടുക്കുന്ന കോർപ്പറേഷൻ ആണ്. നമ്മൾ കോർപ്പറേഷൻ എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് പേപ്പർ കോർപ്പറേഷൻ ആയിരിക്കും, ഇലക്ടീവ് പേപ്പറായിട്ടുള്ള കോർപ്പറേഷൻ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ട് നോക്കാനുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രധാനമായിട്ടും 4 പാർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഒന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ 4 പാർട്ടായിട്ടാണ് അത് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു കൊമേഴ്സ് എടുത്തതാണെങ്കിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പാണ്. പക്ഷെ പ്ലസ് ടു പഠിച്ച പോലെയല്ല, അല്പം കൂടെ കൂടുതൽ കണക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നത് കമ്പനിയാണ്. ഇത് രണ്ടും ഏകദേശം 8ഓളം ചാപ്റ്ററായിട്ട് വരുന്നുണ്ട്. അവസാനത്തെ 2 പാർട്ട് 2 ചാപ്റ്ററായിട്ട് വരുന്നുള്ളൂ, പക്ഷെ അത് 2 പാർട്ടായിട്ട് നിങ്ങൾ പഠിക്കണം. മൂന്നാമതായിട്ട് വരുന്നത് ബാങ്കിങ്ങിന്റെ കണക്കാണ്, ബാങ്കിങ്ങിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നാലാമതായി വരുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത്. ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കണക്കാണ് വേണ്ടത്. അങ്ങനെ മൊത്തം 4 പാർട്ടായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിങ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പാർട്ട് അക്കൗണ്ടിങ് ഏകദേശം പുതിയ ടെക്സ്റ്റുകളൊക്കെ ആണെങ്കിൽ ഒറ്റ ചാപ്റ്ററാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 3 ചാപ്റ്ററോളം ബേസ് ചെയ്ത് വരുന്നതാണ്. കമ്പനിയും അതേപോലെ തന്നെയാണ്. കമ്പനിയുടെ ഏതെങ്കിലും ഒരു പുതിയ ചാപ്റ്റർ ആയിരിക്കും. ഓപ്പൺ സ്കൂൾ ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഈ കമ്പനിയുടെ ഒരു കണക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലാത്തുള്ളവർ ശ്രദ്ധിച്ചുള്ള കമ്പനിയുടെ ഷെയറുകൾ തൊട്ട് കമ്പനിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് വരെയുള്ള കണക്കാണ് നിങ്ങൾക്ക് ഇന്നത് പഠിക്കാനുള്ളത്. ബാങ്കിങ്ങിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സും, ഇൻഷുറൻസ് കമ്പനികളും അതേപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അവരുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എടുക്കാം പാർട്ണർഷിപ്പ്. അപ്പൊ എന്താണ് പാർട്ണർഷിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു പ്രത്യേക സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ബിസിനസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചു, സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമുക്ക് ഇതിന്റെ ഡെഫിനിഷനും മീനിങ് ഒക്കെ നോക്കാം. പാർട്ണർഷിപ്പ് എങ്ങനെയാണ്? 2 അതിലധികമോ വ്യക്തികൾ, എന്താണ് 2 അതിലധികമോ വ്യക്തികൾ ചേർന്ന് തുടങ്ങുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്, പാർട്ണർഷിപ്പ്. ആ 2 കൂടുതൽ വ്യക്തികൾ എന്തായിരിക്കും, അവർ ചേർന്ന് എന്ത് ചെയ്യാം, ലാഭങ്ങൾ കൈമാറാം, അല്ലെങ്കിൽ ലാഭം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീതിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് വിചാരിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. പാർട്ണർഷിപ്പ് നമ്മൾ എന്താണ്, ഓരോരുത്തരും നമ്മുടെ പാർട്ട്നേഴ്സ് എന്നും കളക്റ്റീവ് നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഫേം എന്നും. മൊത്തത്തിൽ നമ്മൾ എന്ത് വിളിക്കും, ഫേം എന്നും. അത് സിംഗിൾ ആയിട്ടുള്ള നമ്മൾ എന്ത് വിളിക്കും, പാർട്ട്നേഴ്സ് എന്നും വിളിക്കും. അത് ഇത്രയും ക്ലിയർ ഒന്നും ആലോചിച്ച് വയ്ക്കുക. അപ്പൊ പാർട്ണർഷിപ്പ് നമ്മൾ നോർമലി ആലോചിക്കുക, 2 അതിലധികമോ വ്യക്തികൾ എന്താണ് ലാഭേച്ഛയോടെ തുടങ്ങുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്, പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പ്രധാനം ശ്രദ്ധിക്കേണ്ട, പാർട്ണർഷിപ്പിൽ പ്രധാനം നമുക്ക് നോക്കാനുള്ളത് നമ്മൾ 2 കൂടുതൽ വ്യക്തികളുണ്ടെന്ന് തുടങ്ങി അല്ലെ. പിന്നെ ഈ പാർട്ണർഷിപ്പിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ ഏതൊക്കെ നോക്കിയുള്ള. ആദ്യം പാർട്ണർഷിപ്പിന്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ, ഇതിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എങ്ങനെ ഇരിക്കും, അതേപോലെ പാർട്ണർഷിപ്പ് നമ്മളൊക്കെ എങ്ങനെ, അതിന്റെ കുറച്ച് തിയറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാറുള്ളൂ. രണ്ടാമത്തെ പാർട്ട് പറയും, നമുക്ക് പറഞ്ഞു 2 അതിലധികം വ്യക്തികൾ തുടങ്ങി. ഇപ്പൊ 2 പേർ തുടങ്ങിയ ഒരു പാർട്ണർഷിപ്പിലേക്ക് പുതിയൊരു പാർട്ണറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, വന്നു ചേർന്നാൽ, അപ്പൊ നമുക്ക് എന്ത് വിളിക്കും, പുതിയ പാർട്ണറും കൂടെ വന്നില്ലേ. പിന്നെ മൊത്തത്തിൽ നമ്മൾ റീകൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്.
പക്ഷെ നമുക്ക് ഇതിനകത്ത് ഓരോ പാർട്ടായിട്ട് നോക്കാം. ഒന്നാമത്തെ പാർട്ടായിട്ട് വരുന്നത് കഴിഞ്ഞാൽ പുതിയൊരു പാർട്ണറും കൂടെ വന്ന് ചേർന്നാൽ അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഒരു പുതിയ പാർട്ണർ എന്ന് കിട്ടി അല്ലേ. അപ്പൊ ആ പാർട്ണർ നമുക്ക് അടുത്തായിട്ട് പഠിക്കാം അഡ്മിഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് വിളിക്കും. അടുത്ത പാർട്ടായിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി ഉള്ള ഒരു പാർട്ണർ റിട്ടയർ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യേകത. അതിന് നമ്മൾ അടുത്ത പാർട്ടായിട്ട് വിളിക്കുന്നത് ഡെത്ത് ഓർ റിട്ടയർമെന്റ്. എന്താ വിളിക്കുന്നത്? ഡെത്ത് ഓർ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ ആണ് അടുത്ത പാർട്ടായിട്ട് വരുന്നത്. ഒരു പാർട്ണർ എന്ത് ചെയ്യണം, മരിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ പാർട്ണർ വിരമിച്ച് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന പാർട്ണർഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റം. മൂന്നാമത്തേതായിട്ട് പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൊല്യൂഷൻ എന്നാ വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, മതിയാക്കുകയാണ്. ഇനി നമുക്ക് ആ പാർട്ണർഷിപ്പ് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പാർട്ണർഷിപ്പിന് എന്ത് ചെയ്യും, മതിയാക്കും, വൈൻഡപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കണക്കുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ചെയ്യേണ്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണ് നാലാമത്തെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത് ഡിസൊല്യൂഷൻ. ഇപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങി വെക്കാം. അതിനകത്ത് നമുക്ക് ആദ്യം ഇതിന്റെ പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷനും മീനിങ്ങും തിയറി ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇത് തന്നെ എഴുതുക. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു മാറ്റങ്ങളൊന്നും വരുത്തരുത്. ഇപ്പൊ നോക്കുക, ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ണർഷിപ്പിന് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. ശ്രദ്ധിച്ചോണം, പാർട്ണർഷിപ്പിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നിയമമുണ്ട്. ആ നിയമം വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. ഇവർ പറഞ്ഞിരിക്കുന്ന പാർട്ണർഷിപ്പ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു സെക്ഷനാണ്, സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. എന്ന് വെച്ചാൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരം പാർട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? ഡിഫൈൻസ് പാർട്ണർഷിപ്പ് ആസ് the relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. അപ്പൊ എന്താണ് സെക്ഷൻ 4 പ്രകാരം ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 പ്രകാരം പാർട്ണർഷിപ്പിനെ വിവരിച്ചിരിക്കുന്നത് എന്നാൽ ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ഇവ വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം, ആളുകൾ തമ്മിലുള്ള ബന്ധമായിരിക്കണം. എങ്ങനെയാ ബന്ധം എന്നത്? ഹു ഹാവ് എഗ്രീഡ് ടു, അവർ എന്ത് തീരുമാനം ഉണ്ടായിരിക്കുന്നു? അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. എന്താണ്? ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലാഭങ്ങളെ എന്ത് ചെയ്യാം? പങ്കിടാം. carried on by all or any of them acting for all. എന്ന് വെച്ചാൽ ഒന്നുകിൽ എല്ലാവരും കൂടി പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ എന്ത് ചെയ്യുന്ന പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനത്തിന്റെ എന്ത് ചെയ്യാം, ലാഭങ്ങൾ എന്ത് ചെയ്യാം, വീതിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെന്റിലൂടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ അല്ല പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നോക്കുക, ഈ ഡെഫിനേഷൻ ഇതേപോലെ തന്നെ പഠിക്കുക. സെക്ഷൻ 4 ഓഫ് ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് പാർട്ണർഷിപ്പ് ആസ് the relation between persons who have agreed to share the profits of a business carried on by all or any of them acting for all. എന്നുവെച്ചാൽ carried on by all എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ എന്താണ് or any of them, ഇവരിൽ ഏതെങ്കിലും ഒരാൾ എല്ലാവർക്കും കൂടെ വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ലാഭം വീതിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ എഗ്രിമെന്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കണം, റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ആണ്, വ്യക്തികൾ എന്ന് പറയുന്നത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം. അപ്പൊ 2 അതിലധികം ആളുകൾ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിനിമം മെമ്പർ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആയിരിക്കണം. മിനിമം മെമ്പർ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഇനി പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പ്രത്യേകതകളാണ്. നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ പ്രത്യേകതകൾ. ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞു. ഡെഫിനിഷൻ നമ്മൾ ഒന്നുകൂടെ ക്ലിയർ നോക്കിക്കൊള്ളുക. ഉറപ്പായിട്ട് പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ എന്നത്. അടുത്തേക്ക് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് എന്നതാണ്. ഓക്കെ, നമുക്ക് പ്രധാനം നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തത് 2 or more പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺസ് നോക്കാം. അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺസ് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു പാർട്ണർഷിപ്പിൽ മിനിമം എത്ര പേര് വേണം? മിനിമം 2 പേര് വേണം. പക്ഷെ അവിടെ മാക്സിമത്തിന് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമുക്ക് എത്ര പേര് വരെ ആവാവും? 50 പേര് വരെ ആകാം. അപ്പൊ മിനിമം 2 പേര് ആവാം, മാക്സിമം നമുക്ക് എത്ര പേര് ആവും? 50 പേരെ ആകാം. മിനിമം മെമ്പേഴ്സിന് കൊടുത്തേക്കുന്ന റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ആണ്. പക്ഷെ മാക്സിമം നമ്പറിനെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റൂൾ എന്നുള്ളത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആണ്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് ഓർത്ത് വെച്ചുകൊള്ളുക. അപ്പൊ മിനിമം നമുക്ക് എത്ര പേര് വരെ ആവാം? 2 പേര്. മിനിമം 2 പേര്. അപ്പൊ മിനിമം മെമ്പേഴ്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആക്ട് ആണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ആണ്.
പക്ഷെ ഒരു പാർട്ണർഷിപ്പിൽ മാക്സിമം 50 പേരെ ആകാവൂ എന്ന റൂള് കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആണ്. ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആണ്. പ്രകാരം മാക്സിമം എത്ര പേരെ വരെ ആകാവും? 50 പേരെ ആകാവും. അപ്പൊ പേഴ്സൺസിന്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഒരു പാർട്ണർഷിപ്പ് തുടങ്ങാൻ മിനിമം എത്ര പേര് വേണം? മിനിമം 2 പേര് വേണം. മാക്സിമം എത്ര വരെ ആകാം? 50 പേര് വരെ ആകാം. മിനിമം മെമ്പേഴ്സിനെ കൊണ്ടുവന്നേക്കുന്ന റൂൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടും മാക്സിമം മെമ്പേഴ്സിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആക്ടും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടുമാണ്. അടുത്ത രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെന്റ് ബിറ്റ്വീൻ പേഴ്സൺ അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ആ എഗ്രിമെന്റ് എന്തൊക്കെയാവാം? റിട്ടേൺ അല്ലെങ്കിൽ ഓറൽ ആവാം. റിട്ടേൺ എഗ്രിമെന്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് വാക്കാൽ പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റും ആവാം. പക്ഷേ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ രണ്ടു വ്യക്തികളായിരിക്കും അല്ലെ, ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും? റിട്ടേൺ എഗ്രിമെന്റ് ഉള്ളതായിരിക്കും നല്ലത്. ഓറൽ എഗ്രിമെന്റ് ആണെങ്കിൽ അവിടെ എന്താവാം? വീണ്ടും പ്രശ്നങ്ങൾ കൂടുവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യാം? റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടായിരുന്നത്. ഈ റിട്ടേൺ എഗ്രിമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കും. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കാം, അവിടെ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെന്റ് എന്തായിരിക്കണം? റിട്ടേൺ അല്ലെങ്കിൽ ഓറൽ ആയിരിക്കണം. നമുക്ക് ഇത് എഗ്രിമെന്റ് എന്നുള്ള എന്തല്ല നിർബന്ധമല്ല, പക്ഷെ അവിടെ എന്തായിരിക്കണം? ഒരു ഉറപ്പുണ്ടായിരിക്കണം. അടുത്ത നമ്മൾ നോക്കേണ്ട പോയിന്റ് ബിസിനസ്. അടുത്തെന്താണ് നോക്കേണ്ടത്? ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ണർഷിപ്പ് നമ്മൾ എഗ്രിമെന്റ് വെച്ച് തുടങ്ങുന്നത് എന്തായിരിക്കും? ഒരു ബിസിനസ് ആയിരിക്കണം. അല്ലെങ്കിൽ കോ ഓണർഷിപ്പിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക അല്ല. അവിടെ ലീഗലായിട്ട് നമുക്ക് എന്ത് തന്നെയായിരിക്കണം? ഒരു ബിസിനസ് തന്നെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുകയുള്ളൂ? ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞാൽ ലീഗലായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയായിരിക്കണം. അല്ല കടത്തിലുള്ള പരിപാടി തുടങ്ങിയാൽ എന്താന്ന് പറയാൻ പറ്റില്ല? പാർട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ 2-3 വ്യക്തികൾ ചേർന്ന് ഒരു സ്ഥലം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? പാർട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ബിസിനസ് ആയിരിക്കണം. അവിടെ ലീഗലായിട്ടുള്ള എന്ത് തന്നെയായിരിക്കണം? ഒരു ബിസിനസ് തന്നെ ആയിരിക്കണം. അടുത്തുള്ള മ്യൂച്വൽ ഏജൻസി. പാർട്ട്നേഴ്സ് തമ്മിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഒരു ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാർട്ട്നേഴ്സിന് വേണ്ടി ഒരാൾ എന്ത് ചെയ്യാം? മെയിൻ ആളായിട്ട് നിൽക്കുകയും വേണം. ബാക്കിയുള്ളവർ എന്തായിട്ട് നിൽക്കുകയും വേണം? ഏജന്റുകളായിട്ട് നിൽക്കുകയും വേണം. അതിനോട് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? മ്യൂച്വൽ ഏജൻസി എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരാൾ നമ്മൾ എന്തായാലും ഒരു പ്രിൻസിപ്പൾ ആയിട്ട് ഒരു മെയിൻ ആളായിട്ട് ഉണ്ടായിരിക്കുകയും വേണം. ബാക്കിയുള്ളവർ എന്തായിട്ട് ഉണ്ടാവണം? ഒരു ഏജന്റുകളായിട്ട് ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ഉദ്ദേശിക്കണം? മ്യൂച്വൽ ഏജൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. അടുത്തുള്ള ഷെയറിംഗ് പ്രോഫിറ്റ് ആണ്. അപ്പൊ പാർട്ണേഴ്സിന്റെ ഇടയിൽ എപ്പോഴും എഗ്രിമെന്റ് ആക്കി അവിടെ എന്താ പ്രോഫിറ്റോ ലോസോ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം എന്നുള്ള എന്തുണ്ടായിരിക്കണം? ഒരു എഗ്രിമെന്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതേപോലെ അടുത്താണ് നമുക്ക് ലയബിലിറ്റി. എപ്പോഴും ആലോചിക്കുക, പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. കാരണം വേറെ ഒന്നുമല്ല, പാർട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും മേടിച്ചു കൊടുക്കാം. ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ മുടക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ നഷ്ടം നികത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി അല്ല, പാർട്ണർഷിപ്പ് എപ്പോഴും എന്തായിരിക്കും? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അപ്പൊ 6 ഫീച്ചേഴ്സ് ഒന്നുകൂടെ നോക്കുക. പാർട്ണർഷിപ്പിന് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം? മിനിമം 2 പേരുണ്ടായിരിക്കണം. മാക്സിമം 50 പേരുണ്ടായിരിക്കണം. ആ മിനിമം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ആണ്. എന്നാൽ മാക്സിമം മെമ്പേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആക്ട് ഇന്ത്യൻ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആണ്. എഗ്രിമെന്റ് എന്ന് പറയാം അവ തമ്മിൽ എന്തായിരിക്കണം? റിട്ടേണോ ഓറൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. റിട്ടേൺ എഗ്രിമെന്റുകളെ വിളിക്കുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന്. അതേപോലെ എപ്പോഴും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലത് റിട്ടേൺ എഗ്രിമെന്റ് ആയിരിക്കും. ഓറൽ എഗ്രിമെന്റിന് എന്തുണ്ടാകത്തില്ല? വാലിഡിറ്റി ഉണ്ടാകത്തില്ല. അടുത്തുള്ളത് ബിസിനസ്. അപ്പൊ ഇവിടെ ലീഗൽ ബിസിനസ് ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ കോ ഓണർഷിപ്പിൽ സ്ഥലങ്ങൾ വാങ്ങിക്കുകയോ അങ്ങനെയുള്ള പ്രവൃത്തികളോ നമ്മൾ ഒരിക്കലും എന്തെന്ന് പറയാൻ പറ്റില്ല? പാർട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. അടുത്തുള്ള സാധനം മ്യൂച്വൽ ഏജൻസി. അപ്പൊ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ എന്തായിരിക്കണം? എപ്പോഴും ഒരു ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും വേണ്ടി ഒരാൾ പ്രിൻസിപ്പൾ ആയിട്ട് നിൽക്കുകയും മറ്റുള്ളവർ ഏജന്റ് ആയിട്ട് നിൽക്കുകയും വേണം. അതിനാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മ്യൂച്വൽ ഏജൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്തായിരിക്കണം? പാർട്ണർഷിപ്പുള്ള പാർട്ട്നേഴ്സ് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. പ്രോഫിറ്റുകൾ കിട്ടിയാൽ ഷെയർ ചെയ്യാനുള്ള നമ്മൾ എന്താ വിളിക്കുന്നത്? ഷെയറിംഗ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത ലയബിലിറ്റി. അപ്പൊ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അപ്പൊ ലയബിലിറ്റികൾ ഉണ്ടായി കഴിഞ്ഞാൽ, ബാധ്യതകൾ ഉണ്ടായി കഴിഞ്ഞാൽ പാർട്ണേഴ്സിന് എന്ത് ചെയ്യുക? അവരുടെ പേഴ്സണൽ അസറ്റ്സ് വിറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില സമയത്ത് ലയബിലിറ്റി ക്ലോസ് ചെയ്യേണ്ടി വരും. ആ ഒരു കേസും പാർട്ണർഷിപ്പിന്റെ ഫീച്ചറാണ്.